ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടർ പനീറാണ്. ആദ്യം തന്നെ ചൂടായ പാനിലേക്ക് സ്വല്പം എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ പനീർ, ഇത് 250 ഗ്രാം പനീറുണ്ട്, ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊരു ബ്രൗണിഷ് ഷെയ്ഡ് വരുമ്പോൾ എടുത്ത് മാറ്റുക. വീണ്ടും ചൂടായ പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ ഇടത്തരം വലിപ്പമുള്ള 3 സവാള അരിഞ്ഞത് ചേർക്കുക. ഇതിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വരണ്ട് വരുമ്പം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ചതും കൂടെ ചേർക്കുക. നന്നായിട്ട് വരട്ടിയതിന് ശേഷം ഇത് മാറ്റുക. അത് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇത് മാറ്റുന്നത്. ഇത് ഗ്രൈൻഡ് ചെയ്ത് ഇതിൻ്റെ ഒരു പ്യൂരി ഉണ്ടാക്കുക. അപ്പം നമ്മളതൊക്കെ ഗ്രൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പ്യൂരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കുക. ചൂടായ പാനിലേക്ക് സ്വല്പം എണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകമൊക്കെ ചെറുതായിട്ട് പൊട്ടിക്കഴിഞ്ഞ് 1/4 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ ഒരു വഴനയില, 2 ഗ്രാമ്പു, 1 ഏലക്ക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ആ പ്യൂരി ചേർക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പ്യൂരിയുടെ ജലാംശം കുറച്ച് വറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുക. കുറച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുക. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് ഗ്രീൻ പീസ് ചേർക്കുകയാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ഞാനിത് 2-3 മിനിറ്റ് അടച്ച് തിളപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എണ്ണ തെളിയുന്ന വരെ ഇത് തിളപ്പിക്കുക.
ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് നോക്കിയിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന പനീർ ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഏത് പനീർ കറി വെച്ചാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പനീർ ഇട്ടതിന് ശേഷം ഉപ്പിടാൻ പാടില്ല. കാരണം പനീർ അത് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ പനീർ ഇടുന്നതിന് മുന്നേ ഉപ്പെല്ലാം കറക്റ്റായതിന് ശേഷം മാത്രമേ പനീർ ചേർക്കാവൂ. പനീർ ഇട്ടതിന് ശേഷമാണ് ഉപ്പിടുന്നതെങ്കിൽ ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. ഞാൻ അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കുകയാണ്. ഇപ്പം നോക്കുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് സെർവ് ചെയ്യാൻ തയ്യാറായി വരികയാണ് കറി. ഇതിലേക്ക് ചെറുതായിട്ട് വറുത്ത് ഉണങ്ങിയ കസൂരി മേത്തി, അതായത് ഉലുവയുടെ ഇല. ഇത് നമുക്ക് കസൂരി മേത്തി അതേപോലെ സ്റ്റോറിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതാണ് ചേർത്തുകൊണ്ടിരിക്കുന്നത്. മിക്ക നോർത്ത് ഇന്ത്യൻ ഡിഷസിലും ചേർക്കുന്ന ഒന്നാണ് കസൂരി മേത്തി. അതിലേക്ക് 1.25 ടീസ്പൂൺ ഫ്രഷ് ക്രീമും ചേർക്കുന്നുണ്ട്. ഇതും സ്റ്റോഴ്സിൽ ഈസിലി അവൈലബിൾ ആണ്. ഇതിനെയും ഇളക്കി കൊടുക്കുക. മട്ടർ പനീർ ഓൾമോസ്റ്റ് തയ്യാറായിരിക്കുകയാണ്. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ മല്ലിയില ചേർക്കുകയാണ്. മട്ടർ പനീർ റോട്ടി, ചപ്പാത്തി, നാൻ ഇതിൻ്റെ എല്ലാം കൂടെ നന്നായിട്ട് പോകുന്ന ഒരു ഡിഷാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ എല്ലാവരും വെറുതെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ.